ക്രിസ്ത്യാനോ റൊണാൾഡോ ഭൂമിയിലെ ഏറ്റവും പ്രശസ്തനായ അത്ലറ്റുകളിൽ ഒരാളാണ്. നിലവിൽ ഏറ്റവും മികച്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ഫുട്ബോൾ കളിക്കാരൻ അദ്ദേഹമാണെന്ന് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടും. ഈ 37-കാരൻ അസാമാന്യമായ വേഗത, കരുത്ത്, സാങ്കേതിക കഴിവ്, കായികക്ഷമത, ഗോൾ സ്കോറിംഗ് കഴിവ് എന്നിവയാൽ കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുകയും എണ്ണമറ്റ ഗോൾ സ്കോറിംഗ് റെക്കോർഡുകൾ തകർത്തും ഡസൻ കണക്കിന് ട്രോഫികളും അവാർഡുകളും നേടിയിട്ടുണ്ട്. എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് അറിയാത്ത ചില വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തുടങ്ങാം. മരിയ ഡൊളോറസ് ഡോസ് സാന്റോസ് എന്ന പാചകക്കാരിയുടെയും ജോസ് ഡിനീസ് അവീറോ എന്ന മുനിസിപ്പൽ ഗാർഡനറുടെയും നാലാമത്തെ കുട്ടിയായി 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ മഡേറയിലാണ് റൊണാൾഡോ ജനിച്ചത്. റൊണാൾഡോ എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് രണ്ടാമത്തെ പേര് നൽകിയത്. അദ്ദേഹത്തിന്റെ പിതാവ് US പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ എന്ന നടന്റെ കടുത്ത ആരാധകനായിരുന്നു എന്നതാണ് ഇതിന് കാരണം. ക്രിസ്ത്യാനോയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ പിതാവ് അതീവ മദ്യപാനശീലം കാരണം മരണപ്പെട്ടു. ഈ സംഭവം റൊണാൾഡോയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും വിശേഷാവസരങ്ങളിൽ മാത്രം മദ്യം കഴിക്കുന്ന ശീലത്തിലേക്ക് റൊണാൾഡോ എത്തുകയും ചെയ്തു. ടീച്ചർക്ക് നേരെ കസേര വലിച്ചെറിഞ്ഞതിന് 14-ാം വയസ്സിൽ റൊണാൾഡോയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ടീച്ചർ അവനോട് അനാദരവ് കാട്ടിയതായിരുന്നു അതിന്റെ കാരണം എന്നാണ് റൊണാൾഡോ പറഞ്ഞത്. അതൊരു നിഷേധാത്മക കാര്യമാണെങ്കിലും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി മാറി. അവന്റെ എല്ലാ ശ്രദ്ധയും സോക്കറിൽ കേന്ദ്രീകരിക്കാൻ അവന്റെ അമ്മ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കാരനാക്കി മാറ്റുകയും ചെയ്തു. തന്റെ 17-ാം വയസ്സിൽ പോർച്ചുഗീസ് സൂപ്പർ ലീഗ് മത്സരത്തിൽ കളിച്ചപ്പോഴാണ് സ്പോർട്ടിംഗ് ലിസ്ബണിലേക്കുള്ള അവസരം റൊണാൾഡോയ്ക്ക് ലഭിക്കുന്നത്. അത് അദ്ദേഹത്തെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളാക്കി മാറ്റുന്ന ഒരു യാത്രയുടെ തുടക്കമായിരുന്നു. റൊണാൾഡോയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ സാധാരണയേക്കാൾ കൂടുതൽ ഹൃദയമിടിപ്പ് എന്ന അവസ്ഥയായ ടാക്കികാർഡിയ ഉണ്ടെന്ന് കണ്ടെത്തിയതിനാൽ അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നതിന് മുൻപേ അവസാനിച്ചു എന്ന അവസ്ഥയിലായിരുന്നു. ഭാഗ്യവശാൽ ഇത് ഗുരുതരമായ പ്രശ്നമാകുന്നതിന് മുൻപ് രോഗനിർണയം നടത്തി ചികിത്സിച്ചു. ഹൃദയത്തിന്റെ പ്രശ്നബാധിതമായ ഭാഗത്തെ ലേസർ ഉപയോഗിച്ച് ശസ്ത്രക്രിയയിലൂടെ ചികിത്സിക്കുകയും ഭേദമാക്കുകയും ചെയ്തു. റൊണാൾഡോയ്ക്ക് വലിയ ഈഗോ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 2013 അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം അദ്ദേഹം സ്വന്തം മ്യൂസിയം തുറന്നു എന്നതിലൂടെ ഇത് ഏറ്റവും വ്യക്തമാണ്. ഇത് അദ്ദേഹത്തിന്റെ ജന്മനാടായ മഡേറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അദ്ദേഹം നേടിയ 150-ലധികം വരുന്ന ട്രോഫികളും അവാർഡുകളും പ്രദർശനത്തിന് വച്ചിരിക്കുന്നു. മൊത്തം 1106 മത്സരങ്ങളിൽ നിന്നായി ഇതുവരെ 804 ഗോളുകൾ റൊണാൾഡോ നേടിയിട്ടുണ്ട്. റിയൽ മാഡ്രിഡിൽ 438 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 450 ഗോളുകൾ നേടിയിട്ടുണ്ട്. തന്റെ ഈഗോ കാരണം റൊണാൾഡോയ്ക്ക് ചീത്തപ്പേര് ലഭിക്കുക പതിവാണ്. എന്നാൽ അവൻ യഥാർത്ഥത്തിൽ അവിശ്വസനീയമാവിധം ഉദാരമതിയും കരുതലുള്ളവനും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ബോധവാനുമാണ്. മസ്തിഷ്ക തകരാറുള്ള 10 മാസം പ്രായമായ ഒരു കുട്ടിയുടെ ഓപ്പറേഷനായി $83,000 സ്വരൂപിക്കുന്നതിനു വേണ്ടി ഒരു ചാരിറ്റി സംഘടന അദ്ദേഹത്തോട് തന്റെ ബൂട്ടുകൾ സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കുമായി റൊണാൾഡോ സ്വയം പണം നൽകുകയുണ്ടായി. റൊണാൾഡോയുടെ കളിയുടെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിലൊന്നാണ് ചാടി ഉയർന്ന് ഹെഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് നിന്നുകൊണ്ട് ചാടി വായുവിൽ 44 സെന്റിമീറ്റർ ഉയരത്തിലും റണ്ണപ്പിലൂടെ 78 സെന്റിമീറ്റർ ഉയരത്തിലും എത്താൻ സാധിക്കും. ഇത് ഒരു ശരാശരി NBA കളിക്കാരനേക്കാൾ 7 സെന്റിമീറ്റർ കൂടുതലാണ് എന്നതാണ് കൗതുകകരം. റൊണാൾഡോ വളരെ ഊർജ്ജസ്വലമായ വർക്കൗട്ടിലൂടെയും ഭക്ഷണക്രമത്തിലൂടെയും അദ്ദേഹം ഈ ശ്രദ്ധേയമായ രൂപത്തിലെത്തി. ഇത് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അനുപാതം വെറും 10% മാറ്റുന്നു. ഇത് മിക്ക സൂപ്പർ മോഡലുകളെക്കാളും കുറവാണ് എന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ അവർക്കൊന്നുമില്ലാത്ത ഒരു മസ്കുലർ ബോഡി റൊണാൾഡോയ്ക്കുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫ്രീ കിക്കിന്റെ പരമാവധി വേഗത 80 മൈൽസ് ആണ്, അതായത് മണിക്കൂറിൽ 128.7 കിലോമീറ്റർ. ഫുട്ബോളിൽ നേടാൻ വളരെ പ്രയാസമുള്ള ഒരു അത്ഭുതകരമായ റെക്കോർഡാണ് റൊണാൾഡോയുടെ പേരിലുള്ളത്. 90 മിനിറ്റ് നീണ്ട മത്സരത്തിൽ ഓരോ മിനിറ്റിലും ഗോൾ നേടുന്ന രണ്ടാമത്തെ ഫുട്ബോൾ താരമാണ് അദ്ദേഹം. ഓരോ മിനിറ്റിലും ഒരു ഗോൾ നേടുന്ന ആദ്യത്തെ ഫുട്ബോൾ കളിക്കാരനാണ് സ്വീഡന്റെ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച്. റൊണാൾഡോയെക്കുറിച്ചുള്ള രസകരമായ മറ്റൊരു വസ്തുത, ബ്രിട്ടീഷ് കൊളംബിയ ഒക്കനാഗൻ യൂണിവേഴ്സിറ്റിയിലെ 4-ാം വർഷ സോഷ്യോളജി വിദ്യാർത്ഥികൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതവും കരിയറും പഠിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഫിഫയുടെ 5 ബാലൻഡിയോർ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 7 തവണ ബാലൻഡിയോർ നേടിയ ലയണൽ മെസ്സിയാണ് റൊണാൾഡോയ്ക്ക് മുന്നിലുള്ളത്. റൊണാൾഡോയെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.